മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നത് തടയാൻ ഒരു മാസത്തെ തീവ്രയജ്ഞ പരിപാടി പ്രഖ്യാപിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം. കോവിഡ് കാലത്തെ പോലെ ജാഗ്രത വേണമെന്ന് DMO അറിയിച്ചു. മഞ്ഞപ്പിത്ത വ്യാപനം തടയുന്നതിനാണ് ജില്ലയിൽ ഒരു മാസത്തെ തീവ്രയജ്ഞ പരിപാടി പ്രഖ്യാപിച്ചത്. തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി ദിനംപ്രതി അവലോകന യോഗം ചേരും. രോഗപ്പടർച്ച തടയുന്നതിനാണ് മുൻഗണന. രോഗം പടരുന്ന ജില്ലയിലെ മലയോര മേഖലകളായ നിലമ്പൂർ, ചാലിയാർ, പോത്തുകൽ എന്നിവിടങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്തും. കോവിഡ് കാലത്തെ പോലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് DMO അറിയിച്ചു. രോഗബാധിതർ ഒരു മാസം മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണം. രോഗികളുടെ വീടുകളിൽ സന്ദർശനം പ്രോത്സാഹിപ്പിക്കരുത്. കുടിക്കാൻ നിർബന്ധമായും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം. കടകളിൽ ഉൾപ്പെടെ ജ്യൂസുകൾ തയ്യാറാക്കാനും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതോടൊപ്പം മാലിന്യ സംസ്കരണവും കാര്യക്ഷമമാക്കണം. അതേസമയം വ്യാജ ചികിത്സകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മലപ്പുറം DMO R. രേണുക അറിയിച്ചു. ഒറ്റമൂലി പോലെയുള്ള ചികിത്സ അശാസ്ത്രീയമാണ്. ഒറ്റമൂലി ചികിത്സകരെ വ്യാജന്മാരായി കണ്ട് നടപടിയെടുക്കുമെന്നും DMO വ്യക്തമാക്കി. കഴിഞ്ഞ 5 മാസത്തിനിടെ 4000-ഓളം വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിതർ കൃത്യമായി വിശ്രമമെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ജില്ലയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തെ ചെറുക്കാനുള്ള നടപടികളാണ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്രതയോടൊപ്പം പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം പാലിക്കണമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.